ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ ശ്രീ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിലേക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാഴി പച്ചരിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. അതാ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാനിയായിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും എള്ളും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കുക. നമ്മൾ നെയ്യിലല്ല ഇത് ചെയ്യുന്നത്, നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. ജീരകം നന്നായി പൊടിച്ചെടുക്കുക. നാളികേരവും എള്ളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ജീരകവും അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ച് ചേർക്കാം. അപ്പോൾ അരിപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് മൈദ ചേർക്കുന്നുണ്ട്, അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇതാ നമ്മൾ ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5-6 മണിക്കൂർ വെക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ഒരു 4 മണിക്കൂർ ആകുമ്പോഴത്തേന് നമ്മൾ ചുട്ടെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ശർക്കരപ്പാനിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിരുന്നു, ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കിയതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മാവ് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാം. നന്നായി വീർത്ത് വരുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. വെളിച്ചെണ്ണപ്പത്തിന് നമ്മൾ നെയ്യപ്പം എന്നും പറയുന്നത്. അപ്പം നെയ്യപ്പത്തിന് നമ്മൾ നെയ്യ് ചേർക്കും. ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കട വീഡിയോസ് കണ്ടിട്ട് അത് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വെളിച്ചെണ്ണപ്പം നല്ല സ്മൂത്തും ക്രിസ്പിയാണ്. കണ്ടോ, ഉള്ളൊക്കെ നന്നായി വെന്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. വെളിച്ചെണ്ണപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കാതെ ചെയ്യുമല്ലോ.